ഹായ് ഹലോ, രാജീവ് വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും വലിയ സ്വാഗതം. ഒരുപാട് കുട്ടികളായി കേട്ടോ അമ്മോട് ഇങ്ങനെ പറയുന്നു, അമ്മ എന്ത് ചെയ്തിട്ടും ഒരുപാട് അമ്പലങ്ങളിൽ പോണ കുട്ടികൾ ധാരാളം. അപ്പോലെ രാവിലെ കുളിയൊക്കെ കഴിഞ്ഞ് അമ്പലത്തിൽ പോയി തൊഴുതു വരും. നമ്മളെ വീട്ടിൽ രാവിലെ നിലവിളക്ക് കത്തിക്കും, വൈകിട്ട് നിലവിളക്ക് കത്തിക്കും, പ്രാർത്ഥിക്കും, തൊഴുകും. എന്നിട്ടും ഒരു പ്രയോജനമില്ല. ഭർത്താവ് കള്ളു കുടിക്കണോ, തമ്മിൽ ഒരു കണ്ടു കഴിഞ്ഞാൽ കടിച്ചു കീറുന്ന പോലെ ഒരു മനോഭാവം ഭാര്യയും ഭർത്താവും തമ്മിൽ. കുട്ടികൾക്കും അപ്പം നല്ല മനപ്രയാസാലേ. ഒരുപാട് ബുദ്ധി ഉണ്ടാവും കുട്ടികൾക്ക്, പഠിക്കാൻ തോന്നില്ല, അവർക്ക് വീട്ടിലേക്ക് വരാൻ തോന്നില്ല, സ്കൂള് വിട്ടാ വീട്ടിലേക്ക് പോണ്ടേ മാഷേ എന്നുള്ള സങ്കടം പറയുന്ന കുട്ടികൾ ഒരുപാടാണ് അന്നത്തെ കാലല്ലേ. വീട്ടിലേക്ക് എത്താൻ ഇഷ്ടമല്ല, വഴിയിൽ കളിച്ച് നിൽക്കുകയൊക്കെ ചെയ്യും. അതിന്റെയൊക്കെ കാരണം നമ്മളെ വീട്ടിലെ ആകെ മൊത്തൊരു നെഗറ്റീവ് എനർജി നിറഞ്ഞു നിന്നുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളും പിന്നെ നിങ്ങൾക്ക് ഏതോ വഴി കൂടെ എങ്ങനെയൊക്കെ കുറേശ്ശൊക്കെ പൈസ വരും. ഭർത്താവ് പണിക്ക് പോകാൻ മടി കാണിക്കും, ഭാര്യ എങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു തുണി ഷോപ്പിലെങ്കിലും പോയി നിന്നിട്ട് എന്തെങ്കിലും 10 രൂപ കൊണ്ടുവരും. പക്ഷെ അത് മുഴുവനും ആശുപത്രി ചെലവിനേ ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും അസുഖം നിങ്ങളെ മുറുക്കിയിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക തടസ്സം നിങ്ങളെ വിട്ടു പോണില്ല. എന്ത് ചെയ്താലും സാമ്പത്തിക തടസ്സം, പണം അങ്ങോട്ട് വരുന്നില്ല. ഏതെങ്കിലും വഴി കൂടെ കുറേശ്ശെ വരും, പക്ഷെ വരവിനേക്കാൾ ഏറെ ചിലവ് വരിക. അങ്ങനെയൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ ഈ വീഡിയോ. അതുകൊണ്ട് എന്റെ കുട്ടികളെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം കേട്ടോ, ഇത് ലാസ്റ്റ് വരെ. നിങ്ങൾക്ക് ഉപകാരപ്പെടും മക്കളെ. എല്ലാവരും എല്ലാം തികഞ്ഞവരൊന്നുമില്ല, എങ്കിലും ചില രഹസ്യങ്ങളൊക്കെ നമ്മൾ വീട്ടിലെ രഹസ്യ കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള ഫലം ഉറപ്പായിട്ട് കിട്ടും. നിങ്ങളിത് ചെയ്തു നോക്കണം, 100% റിസൾട്ട് കിട്ടുന്ന കാര്യം തന്നെയാണ്. അതെന്താ വെച്ചാല്, നമ്മൾ രാവിലെ വിളക്ക് വെക്കുന്നുണ്ട്. ഒന്നുകിൽ നിലവിളക്ക് കത്തിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നോ, നല്ലെണ്ണ ഒഴിച്ച് കത്തിക്കും. ചിലവര് നെയ്യിൽ കത്തിക്കുന്നുണ്ട്, ചിലവര് ഒന്നും നോക്കില്ല, എന്തെങ്കിലും ആവട്ടെ വിചാരിച്ച് വെളിച്ചെണ്ണ വെച്ചാൽ അതിലും നിലവിളക്ക് കത്തിക്കുന്നവരുണ്ട് കേട്ടോ. അതെല്ലാം പാടും, കുഴപ്പമൊന്നുമില്ല. ഭഗവാൻ ഇന്ന എണ്ണയിൽ കത്തിക്കുക, വിളക്ക് കൊളുത്തുക ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഇന്ന എണ്ണയിലെ വിളക്ക് കൊളുത്താവും അതൊന്നും പറഞ്ഞിട്ടില്ല. ഒരു ദൈവവും എവിടെയും ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് കുറച്ചും കൂടി അന്തരീക്ഷത്തിൽ അതിന്റെ ധൂമം പുക ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മളെ വീട്ടിലത്തെ എന്താ വെച്ചാൽ കുറേ അണുക്കൾ നശിച്ചു പോകും. അതുപോലെ തന്നെ നമ്മളെ വീട്ടിലെ അണുക്കൾ പോണോട് കൂടി നെഗറ്റീവ് ഊർജ്ജം പോകും. പിന്നെ നമ്മളെ വീട്ടിൽ പോസിറ്റീവ് ഊർജ്ജം നിറഞ്ഞു നിൽക്കും. അങ്ങനെയാണ് കേട്ടോ. ഇന്ന് നമ്മൾ വിളക്ക് വെക്കുന്ന എണ്ണ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താതും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. ദൈവത്തിനും അറിയാത്തൊരു പിടി കിട്ടാത്തൊരു ലോകം അല്ലേ. നമ്മൾ നല്ലെണ്ണ പറഞ്ഞിട്ട് വിളക്ക് വെക്കണ എണ്ണ നമ്മൾ കൊളുത്തി കഴിഞ്ഞാൽ കരി പിടിക്കുകയാണ്, വീട് മുഴുവൻ കരി പിടിക്കുകയാണ്. നിങ്ങൾ കൈയൊന്നും ഇങ്ങനെ കുറച്ചു നേരം വെച്ച് നോക്കൂ, കൈയിന്റെ ഉള്ളിനോടി മുഴുവൻ കറുകറുന്നനെ ആവണുണ്ട്. അത് എന്താണെന്നറിയില്ല, ഒരു ജാതി എന്താ പറയുക, വല്ല പെട്രോളിൽ കത്തിക്കണ പോലുള്ള ഒരു അനുഭവം വരുന്നുണ്ട് അല്ലേ. അപ്പൊ അതിന്റെയൊക്കെ ദോഷം മാറാൻ നമുക്കിപ്പോ എന്നും എള്ളാട്ടി എണ്ണ എടുക്കാനൊന്നും സാധിക്കുന്നവരല്ല അല്ലേ. അതുപോലെ തന്നെ പണ്ടൊക്കെ പശുക്കളുണ്ടായിരുന്നു, നെയ്യിൽ വിളക്ക് വെക്കുമ്പോൾ സുഖമായിരുന്നു. ഇന്ന് നമ്മൾ മിൽമാന്നും ഓരോ പേരുകള്, ഇന്ന പേരൊന്നുമില്ല, നെയ്യ് നമുക്ക് വാങ്ങാൻ കിട്ടിയിട്ട് അതിൽ വിളക്ക് കത്തിക്കുന്നവരും ഉണ്ട് കേട്ടോ. വീട്ടില് കത്തിക്കുക പറഞ്ഞാൽ ചില കുട്ടികൾ അമ്മയെ പരിഹസിക്കാറുണ്ട്. നമ്മളിങ്ങനെ കത്തിക്കണേന് അങ്ങനെ പറഞ്ഞു വെച്ചിട്ട് ദോഷമൊന്നുമില്ല കേട്ടോ. കൊളുത്തുക എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല സംസ്കാരമായി എന്ന് മാത്രം. അപ്പോൾ നമ്മൾ നിലവിളക്ക് കൊളുത്തുന്ന സമയത്ത് ഇങ്ങനെയൊക്കെയുള്ള എണ്ണകൾ നിങ്ങൾ സാധാരണയായിട്ട് കത്തിക്കുന്നുണ്ട്. എന്നിട്ടും നിങ്ങൾക്കൊരു പുരോഗതി കിട്ടണില്ലെങ്കിൽ ചില രഹസ്യ വഴി, അതിലെന്താണ് ആ രഹസ്യ വഴി എന്ന് അറിയോ നിങ്ങൾക്ക്? നമ്മളെ പച്ചക്കർപ്പൂരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ഒന്നും കൂടി കാണിച്ചു തരാം. കണ്ട, ഇത് നമ്മളെ ചൂടക്കർപ്പൂരല്ല, ആ ചതുരത്തിലുള്ള കഷ്ണമല്ല, ആകൃതി കുറവാണ്, വില കൂടുതലാണ്. ഒരുപാട് വിലയൊന്നുമില്ല മക്കളെ. ചെറിയ 10 ഗ്രാം തൂക്കത്തിൽ നിങ്ങൾ വാങ്ങി വെച്ചാലും നിങ്ങൾക്ക് ഇത് ഒരുപാട് കാലത്തിനുണ്ട്. ഇതുകൊണ്ട് എന്ത് രഹസ്യം ചെയ്യുന്നു നിങ്ങൾക്കൊക്കെ ഉണ്ടാവില്ല വിചാരം. ഒന്നും ചെയ്യേണ്ടതില്ല. നമ്മൾ വിളക്ക് വെക്കണ ഏത് എണ്ണ വാങ്ങി വെച്ചാലും, വിളക്ക് വെക്കണ എണ്ണ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് കുറച്ച് അടിയായിട്ടുണ്ട്. അപ്പൊ നമ്മൾ നല്ലെണ്ണ പറഞ്ഞ് വാങ്ങണ എണ്ണയാണ് ഇപ്പൊ ഇത് കണ്ടല്ലോ. ഈ വിളക്കെണ്ണ ഞാൻ നല്ലെണ്ണ പറഞ്ഞ് വാങ്ങണ എണ്ണയാണ്. അപ്പൊ എന്താ ഇതിൽ ചെയ്യാൻ പറ്റിയെന്ന് അറിയോ? ഇതുകൊണ്ട് വിളക്ക് കത്തിക്കാൻ കുഴപ്പമൊന്നുമില്ല. ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്നോ, നിലവിളക്കൊക്കെ കഴുകി തുടച്ചാൽ, ചൊവ്വയും വെള്ളിയും ഞാൻ കഴുകാറില്ല കേട്ടോ. എന്റെ ചേച്ചി മദ്രാസിലാണ്, അവിടെ വിളക്ക് കഴുകില്ല ചൊവ്വയും വെള്ളിയും. എനിക്ക് നമ്മളെ കാരണവന്മാര് പറഞ്ഞതാണ് നമ്മൾ ചെയ്യാല്ലേ. അപ്പൊ ചേച്ചി പറയും വിളക്ക് കഴുകാൻ പാടില്ല, ലക്ഷ്മി കുടികൊള്ളണ സമയമാണ്, ആ സമയത്ത് നമ്മൾ കഴുകി കളഞ്ഞാൽ അതിന്റെ ദേവിയെ നമ്മൾ ഒഴിവാക്കണ പോലെയാണ് എന്നുള്ളൊരു സങ്കല്പമൊക്കെ അവിടെ കണ്ടെത്ര തമിഴ്നാട്ടില്. അത് കാരണം ഞാൻ ചൊവ്വയും വെള്ളിയും വിളക്ക് കഴുകാറില്ല. ഇപ്പോൾ ഞാനും തുടയ്ക്കാറേ ഉള്ളൂ. കുറച്ചാൽ മതി, എന്നാലും വൃത്തിയായില്ലേ. എന്നിട്ട് പുതിയ തിരിയൊക്കെ ഇടും, അങ്ങനെ എന്നിട്ട് എണ്ണ ഒഴിക്കും, അങ്ങനെയാണ്. അപ്പൊ നമ്മൾ ഇത് എന്താണ് ഈ കർപ്പൂരം കൊണ്ട് ചെയ്യാന്ന് ഞാൻ ഇതുവരെയും പറഞ്ഞില്ല അല്ലേ. അതാണ് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം എന്ന് പറയുന്നത് കേട്ടോ ഞാൻ. അപ്പൊ എന്താ ചെയ്യാന്ന് എല്ലാരും കണ്ടോളൂ. നമ്മളെ വിളക്ക് വെക്കുന്ന സമയത്ത് ഇങ്ങനെ കുറച്ചെടുത്ത് നമ്മളൊന്ന് കയ്യിലിട്ട് പൊടിച്ചതിന് ശേഷം വിളക്കിലെ എണ്ണയിലേക്ക് ഡെയിലി ആകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ വിളക്കിലെ എണ്ണയിലേക്ക് ഇടാം. മനസ്സിലായില്ലേ? അപ്പൊ എന്നിട്ട് നമ്മൾ തിരി തെളിയിക്കാം. എണ്ണയിലേക്ക് ഇട്ടതിന് ശേഷം തിരി തെളിയിക്കാം. അപ്പൊ നമ്മൾ ഈ കർപ്പൂരത്തിന്റെ സുഗന്ധം നമ്മളെ ലക്ഷ്മി ദേവിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലക്ഷ്മി ദേവിക്ക് ഇഷ്ടപ്പെട്ട 108 കാര്യങ്ങളുണ്ട്, ദ്രവ്യങ്ങളുണ്ട് കേട്ടോ.
അതിലെ പ്രധാനപ്പെട്ട ദേവിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ് നമ്മുടെ പച്ചകർപ്പൂരം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? അപ്പൊ ഇത് എണ്ണയിൽ പൊടിച്ച്, നമ്മൾ ആ വിളക്ക് വെക്കണ എണ്ണയിൽ ഡെയിലി ആകുമ്പോൾ പൊടിച്ചിടാം. അതല്ലെങ്കിൽ നിങ്ങൾ ഒന്നും പേടിക്കേണ്ട. കണ്ടല്ലോ, ഇങ്ങനെ കർപ്പൂരത്തിന്റെ ഒരു കഷ്ണം കണ്ടോ? ഞാൻ ഇതിൽ പൊടിച്ചിട്ടുണ്ട് കേട്ടോ, ചെറിയൊരു കഷ്ണം. എന്നാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി ഇത് പൊടിക്കണം എന്നൊന്നുമില്ല, ഇതിൽ അലിഞ്ഞോളൂ കേട്ടോ. കണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ ഈ വിളക്കിൽ വെക്കാൻ, ഇത് വിളക്കിൽ പാരണ എണ്ണയിൽ ഇട്ടിട്ട് നമ്മളൊന്ന് കുലുക്കുക. അപ്പൊ കണ്ടല്ലോ, ഇങ്ങനെ കുലുക്കുക, ഭയങ്കര സുഗന്ധം വരും. അപ്പൊ ഈ എണ്ണയ്ക്ക് നല്ല സുഗന്ധമാണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു തിരി തെളിയിക്കുക. നമ്മളെ വീട്ടിലെ സന്ധ്യയ്ക്കും തെളിയിക്കാം, രാവിലെയും തെളിയിക്കാം. അപ്പൊ നമ്മൾ കർപ്പൂര ദീപം എന്നതിന് പറയും. മനസ്സിലായില്ലേ? കർപ്പൂര ദീപം. അപ്പൊ നമ്മൾ നെല്ലെണ്ണ ഒഴിച്ചു. ഇനി നെയ്യാണെങ്കിലും അതിൽ നിങ്ങൾക്കൊരു കഷ്ണം പച്ചക്കർപ്പൂരം പൊടിച്ചിടാം, വെളിച്ചെണ്ണ ആണെങ്കിലും പൊടിച്ചിടാം. എണ്ണ ഏതായാലും കുഴപ്പമൊന്നുമില്ല, ശുദ്ധമായ എണ്ണ എന്നുള്ളതേ ഉള്ളൂ. അടുക്കളയിൽ ഉപയോഗിച്ചതിന്റെ ബാക്കി നമ്മളത് കൊണ്ടുവന്ന് കത്തിക്കരുത്. ഒരു ചെറിയ കുപ്പിയിൽ നമ്മൾ ഭഗവാനുള്ളത് മാറ്റി വെക്കുക. നമുക്കിപ്പോ വാങ്ങാൻ കിട്ടുമല്ലോ, 1/2 ലിറ്ററോ 200 100 ഒക്കെ വാങ്ങാൻ കിട്ടും. നമ്മളെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് നമുക്ക് വിളക്കെണ്ണ വാങ്ങാം കേട്ടോ. അപ്പൊ 2 നേരം വിളക്ക് തെളിയിക്കണം എന്നാ ഞാൻ പറയുന്നത്. കുളിച്ച് വിളക്ക് തെളിയിച്ചാൽ ഏറ്റവും ഐശ്വര്യമാണ് അല്ലേ? ഏറ്റവും ഐശ്വര്യം കുളിച്ച് വിളക്ക് തെളിയിക്കണം. തന്നെ രാവിലെ കാലത്ത് എണീറ്റ് പല്ലൊക്കെ തേച്ച് മുഖം കഴുകി കുറച്ച് വെള്ളമൊക്കെ തലയിൽ കൂടെ ഒക്കെ ഒഴിച്ച് മേലൊക്കെ തേച്ച് വൃത്തിയായതിന്റെ ശേഷം വന്ന് വിളക്ക് തെളിയിക്കുക. അപ്പൊ നമ്മളുടെ ഈ നല്ലെണ്ണ, മനസ്സിലായില്ലേ? ഏതെണ്ണ? നമ്മൾ ഈ കർപ്പൂരട്ട എണ്ണ കൊണ്ട് വിളക്കിൽ പാർന്ന് നമ്മൾ തിരി തെളിയിക്കുക. അതല്ലെങ്കിൽ ഡെയിലി നിങ്ങൾക്ക് സാധിക്കണവരാണെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. ഒരു ചെറിയൊരു പിഞ്ചായ എണ്ണയിൽ ഇട്ട് തിരി തെളിയിക്കുക. എങ്കിലും ആ വീട്ടിലത്തെ ആ ദീപം, അതിന്റെ ധൂമം നമ്മളെ വീട് മുഴുവൻ ഇങ്ങനെ അലയടിച്ച് പോവും, റൂമുകളിൽ മുഴുവൻ എത്തും. അങ്ങനെയാകുമ്പോൾ നമ്മളെ വീട്ടിലെ അണുക്കൾ നശിക്കും, പോസിറ്റീവ് എനർജി വന്ന് നിൽക്കും, നെഗറ്റീവ് എനർജി മുഴുവനും നമ്മളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകും. സൂര്യദീപം തെളിയിക്കുന്നതോടുകൂടി നമുക്ക് എന്തൊക്കെ കിട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാം കേട്ടോ. ഒന്നാമത്തെ കാര്യം, നമുക്ക് മാനസികാരോഗ്യം കിട്ടും. കാരണം ഈ സുഗന്ധം നമ്മൾക്കും തന്നെ പോസിറ്റീവ് എനർജി കിട്ടും. നമ്മളെ മനസ്സിൽ നമ്മളെ ചീത്ത ചിന്തകളൊക്കെ ഒന്ന് ഒഴിവാകും. അതോടുകൂടി നമുക്ക് പഴയ കാര്യങ്ങളൊക്കെ സന്തോഷമുള്ളത്, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ, നമ്മൾ സുഹൃത്തുക്കൾ കൂടിയിട്ട് സിനിമയ്ക്ക് പോയിരുന്നതും നമ്മൾ കളിച്ചിരുന്ന കളികളും അങ്ങനത്തെയൊക്കെ നമ്മളെ ഓർമ്മയിലേക്ക് ഇങ്ങനെ വരും. മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് സന്തോഷമുള്ളതാണ് അത് മുഴുവനും. നമ്മളെ കുട്ടിക്കാലം തന്നെയാണ് നമുക്ക് സന്തോഷം അല്ലേ? അതൊക്കെ നമ്മുടെ ഓർമ്മയിലേക്ക് വരും. നമുക്ക് കൂടുതൽ ബുദ്ധി വരും. മനസ്സിലായില്ലേ? ചിന്തകൾക്കൊക്കെ സുഗന്ധമുള്ള ചിന്തകൾ വരുമ്പോൾ നമുക്ക് നല്ല ചിന്തകളായി മാറും. നേരെ മറിച്ച് നമുക്ക് ഒരു ചീത്ത സ്മെല്ല് അടിച്ചു നോക്കൂ, എന്തെങ്കിലും ഒരു മണം നമുക്ക് പറ്റാത്താകുമ്പോൾ നമ്മളെ ചിന്തകളടക്കം മാറുമല്ലേ? മുഖമൊക്കെ ചുളിഞ്ഞു അല്ലേ? നേരെ മറിച്ച് നല്ല സുഗന്ധമാകുമ്പോൾ നമ്മൾ നല്ല സന്തോഷവാന്മാരാകില്ലേ? അപ്പൊ നമ്മൾ കുട്ടികളെ ചീത്ത പറയില്ല, ഭർത്താവിനെ ചീത്ത പറയില്ല, ഒന്നുമില്ല കേട്ടോ. അതേപോലെ തന്നെ ലക്ഷ്മി ദേവിക്കും ഇഷ്ടമാണ് ചീത്ത സ്മെല്ലുള്ള വീട്ടിൽ നിന്ന് ലക്ഷ്മി ദേവി പതുക്കെ പടി ഇറങ്ങിയിട്ട് നമ്മളെന്ത് ചെയ്യും? മൂദേവി ഇങ്ങോട്ട് കയറി വന്നിരിക്കും. ശ്രീദേവി പോയി മൂദേവി വന്നിരിക്കും. അതാണ് നമ്മളെ വീട്ടിൽ നെഗറ്റീവ് എനർജി നിറയും, പോസിറ്റീവ് എനർജി പോകും എല്ലാവരും പറയുന്നത്. അപ്പൊ നമ്മളെ ശ്രീദേവിയെ കുടിയിരുത്തണമെങ്കിൽ, മഹാലക്ഷ്മിയെ കുടിയിരുത്തണമെങ്കിൽ വീട്ടിൽ സുഗന്ധം തന്നെ വേണം, ദുർഗന്ധങ്ങളൊന്നും പാടില്ല എന്നർത്ഥം. പിന്നെ നമ്മളെ വീട്ടിൽ അതുകൊണ്ടാണ് മക്കളെ പണം ഏകനെങ്കിലൊക്കെ പോണത്, പണത്തിന് ബുദ്ധിമുട്ട് വരുന്നത്. അപ്പൊ ലക്ഷ്മി ദേവി നമ്മളെ വീട്ടിൽ സ്ഥിരതാമസം തുടങ്ങി വെക്കൂ, നമുക്ക് യാതൊന്നിനും ഒരു ബുദ്ധിമുട്ടും വരില്ല. അന്നപൂർണേശ്വരി നമ്മളെ അടുക്കളയിൽ കുടികൊള്ളും, മഹാലക്ഷ്മി നമ്മളെ വീട്ടിൽ മുഴുവനും കുടികൊള്ളും. പിന്നെ നമ്മൾക്ക് പണത്തിനോ ഒന്നിനും മനസമാധാനത്തിനോ സന്തോഷത്തിനോ ഒരു കുറവുണ്ടാവില്ല. അപ്പൊ നമുക്ക് ആ കാലം തന്നെയല്ലേ നല്ലത്, അങ്ങനെ ഒരു കാര്യങ്ങളല്ലേ നല്ലത്. അപ്പൊ എന്നാണോ ഈ വിളക്ക് തെളിയിക്കാൻ ഏറ്റവും നല്ലത് ചോദിച്ചു കഴിഞ്ഞാൽ, മഹാലക്ഷ്മിക്ക് ആഴ്ചയിലെ 7 ദിവസത്തിലെ 2 ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട തന്നെയാണ്. പണ്ട് കാലത്തൊക്കെ നമ്മൾ അമ്മമാര് പറഞ്ഞത് നിങ്ങൾക്ക് അറിയായിരിക്കും അല്ലേ? ചൊവ്വാഴ്ച, വെള്ളിയാഴ്ച, ഇതൊക്കെ നമ്മൾ കൊടിയാഴ്ചകളായിട്ട് കണക്കാക്കണം. ഞായറാഴ്ച എനിക്ക് കൂട്ടത്തിൽ പെടും. പക്ഷെ നമുക്ക് ഏറ്റവും നല്ലത് ചൊവ്വയും വെള്ളിയും ദിവസങ്ങളിൽ ഇത് സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ വിളക്ക് അങ്ങനെ കൊളുത്തുന്നവരുണ്ടാവും അല്ലേ? ഒരുപാട് പേര് ഇപ്പൊ അങ്ങനെ ഉണ്ട്. അതൊക്കെ കമന്റിൽ അറിയിക്കണം കേട്ടോ. ഞാനിങ്ങനെ പച്ചക്കർപ്പൂരം ഇട്ടിട്ടാണ് വിളക്ക് തെളിയിക്കണം എന്നൊന്ന് പറയണേ കേട്ടോ. എനിക്ക് മനസ്സിലാക്കാലോ, ഞാൻ എല്ലാവരെയും കമന്റ് കാണുന്നുണ്ട്. സമയം ചിലപ്പോൾ ഞാൻ പുറത്തോ എന്തെങ്കിലും ആവും. എനിക്ക് ചില അസുഖങ്ങളൊക്കെ ഉള്ള ആളെന്നെയാണ്, ഷുഗറൊക്കെ ഉള്ള ആളാണേ. അല്ല ഡോക്ടറെ അടുത്തൊക്കെ ആണെങ്കിൽ എനിക്ക് നിങ്ങളുടെ അടുത്ത് മുഴുവൻ മറുപടി പറയാൻ പറ്റുണ്ടാവില്ല, തിരക്കാവില്ല അവിടെയൊക്കെ. അപ്പൊ ഞാനൊരു സ്നേഹചിഹ്നെങ്കിലും ഇടാറുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് വായിക്കാലോ നിങ്ങൾ എന്തൊക്കെ എഴുതിയെന്ന് വെച്ചാൽ. അപ്പൊ എല്ലാവരും കമന്റ് ഇടണം കേട്ടോ. പച്ചക്കർപ്പൂരം കൊണ്ട് വിളക്ക് തെളിയിക്കണവരുണ്ടെങ്കിൽ. അങ്ങനെയുള്ള വീട്ടിൽ ശ്രീദേവി കുടിയിരുന്നിട്ടുണ്ടാവും, അതായത് മഹാലക്ഷ്മി കുടിയിരുന്നിട്ടുണ്ടാവും. അവിടെ ഒന്നിനും ഒരു ബുദ്ധിമുട്ട് വരില്ല. മക്കളെ അസുഖം പോലും നമ്മളെ വിട്ട് പിരിഞ്ഞു പോവും. നമ്മളെ മനസ്സിന്റെയാണ് മക്കളെ, ഈ അസുഖം മുഴുവൻ മനസ്സിന്റെയാണ്. ചിന്തകൾ വന്ന് നിറയാണ്, നെഗറ്റീവ് ചിന്ത വന്ന് നിറഞ്ഞിട്ട് നമുക്ക് എണീക്കാൻ വയ്യ തോന്നുകയാണ്, തലവേദനിക്കുക തോന്നുകയാണ്, ടെൻഷൻ കയറിയിട്ടേ. പിന്നെ നമുക്ക് മാനസികാരോഗ്യം കുറയും, മുടി കൊഴിച്ചിൽ വരും. ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം നമ്മളെ
ചീത്ത ചിന്തകൾ, നെഗറ്റീവ് ചിന്തകൾ. അപ്പൊ അതൊക്കെ മാറി നല്ല പോസിറ്റീവ് ചിന്തകൾ നമ്മളിലേക്ക് വന്നു നിറയും. പണത്തിന് ബുദ്ധിമുട്ടുണ്ടാവില്ല, കുട്ടികൾക്ക് അസുഖം ഉണ്ടാവില്ല, അങ്ങനെ വീട്ടിൽ ലഹളം ഉണ്ടാവില്ല, ഒന്നിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പൊ നിങ്ങളിത് ചൊവ്വ വെള്ളിയ ദിവസങ്ങളിൽ ചെയ്തു നോക്കണം. നിങ്ങളൊരു 4 ദിവസം ഒന്നും ഇങ്ങനെ വിളക്ക് തെളിയിക്കുക മക്കളെ. അപ്പൊ നിങ്ങൾക്ക് മാറ്റം കണ്ടറിയാം. 4 ദിവസം എന്നല്ല കേട്ടോ, 7 ദിവസം, 41 ദിവസം, 21 ദിവസം, നിങ്ങൾക്ക് എത്ര ദിവസം പറ്റിച്ചാലും. അപ്പൊ ഞാൻ പറഞ്ഞു തന്നില്ലേ, ചെറിയ ചിലവാണ്. അപ്പൊ ഞാൻ പറഞ്ഞത് ചെറിയൊരു കഷ്ണം വിളക്കെണ്ണയിൽ ഇട്ട് കുടഞ്ഞാൽ കുലുക്കിയാൽ അത് ആ സുഗന്ധ ആ എണ്ണയിൽ എന്നും നിലനിൽക്കും. 1/2 ലിറ്ററിലാണെങ്കിൽ എത്ര കാലം നമുക്ക് വിളക്ക് തെളിയിക്കാം കുട്ടികളെ? ഒരുപാട് കാലം വിളക്ക് തെളിയിച്ചൂടെ? അപ്പൊ നമുക്ക് ദിവസം ഒന്നും ഇല്ല, അതിനെ കാലങ്ങളോളം നിങ്ങൾ ഡെയിലി ഇങ്ങനത്തെ വിളക്ക് തെളിയിച്ചോളൂ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് മാറ്റം കണ്ടറിയാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഇതൊന്നൊരു 7 ദിവസമെങ്കിലും ഒന്ന് പരീക്ഷിച്ച് നോക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് എല്ലാവർക്കും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിലെ ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്താൽ അമ്മ അങ്ങനത്തെ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പം ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.